നമ്മൾ മനുഷ്യർ വീട്ടിൽ പ്രസവിച്ചു പഠിക്കുമ്പോൾ സിംഹങ്ങൾ അങ്ങ് ആഫ്രിക്കയിൽ മരം കയറി പഠിക്കുകയാണ്. രണ്ടും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കാൻ വരട്ടെ, ബന്ധമുണ്ട്. സിംഹങ്ങൾ മരം കയറാത്ത ജീവികളാണ്. അവരുടെ ഘടന മരം കയറാനുള്ളതുമല്ല. ജാഗ്വറും പുള്ളിപ്പുലികളുമൊക്കെയാണ് മരം കയറുന്ന പൂച്ചവർഗ ജീവികൾ. പക്ഷേ ഉഗാണ്ടയിലെ ക്വീൻ എലിസബത്ത് പാർക്കിലെ സിംഹങ്ങൾ മരം കയറൽ പഠിച്ചിരിക്കുന്നു. അതിനു പുറകെ ടാൻസാനിയയിലെ മന്യാര നാഷണൽ പാർക്കിലെ സിംഹങ്ങളും ഇത് പഠിച്ചിരിക്കുന്നു. അങ്ങനെ നിരീക്ഷിച്ച് വരുന്നതിനിടക്കാണ് ക്രൂഗർ നാഷണൽ പാർക്കിലെ സിംഹങ്ങളും മരം കയറാൻ പഠിച്ചിരിക്കുന്നു എന്ന് നിരീക്ഷകർക്ക് മനസ്സിലായത്. പല കാരണങ്ങളാണ് ഇതിനു പുറകിൽ സയന്റിസ്റ്റുകൾ പറയുന്നത്. ചൂട് കൂടിയത് ഒരു കാരണമാണ്. 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലുള്ള ചൂട് താങ്ങാൻ പറ്റാതെ സിംഹങ്ങളെല്ലാം മരം കയറുകയാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. മാത്രമല്ല, കടിക്കുന്ന ഈച്ചകളും പ്രാണികളും സിംഹങ്ങൾക്ക് ഒരു പ്രശ്നമാണ്. വെറുതെ ആക്രമിക്കാൻ വരുന്ന ഹൈനകളും ഒരു പ്രശ്നമാണ്. ഇങ്ങനെ മരം കയറൽ പഠിച്ച തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ അവരും സ്വാഭാവികമായി മരം കയറൽ പഠിക്കുമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അതിനനുസരിച്ച് ഘടനയിലുള്ള ജനിതക പരിണാമവും സംഭവിച്ചേക്കാമെന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. മാത്രമല്ല, ഭാവിയിൽ ഇരകളുമായി ഇവർ മരം കയറിയേക്കും. സിംഹിണികൾ പ്രസവിച്ചതിന് ശേഷം മരപ്പൊത്തുകളിൽ അവരുടെ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചേക്കാം. ഇങ്ങനെ പല രീതിയിലും പരിണാമം സംഭവിക്കാം സിംഹങ്ങൾക്ക് എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. അതായത് ചുറ്റുപാടുമുള്ള അസൗകര്യങ്ങൾക്കനുസരിച്ച് തങ്ങളെ തന്നെ സൗകര്യപ്പെടുത്തുന്ന ഒരു ഏർപ്പാടാണല്ലോ പരിണാമം എന്നത്. ഈ പരിണാമം മൃഗങ്ങളിൽ സംഭവിച്ചാൽ പിന്നെ മുന്നോട്ടാണ് യാത്ര, പുറകോട്ടില്ല. തലമുറകളായി ഈ കാര്യം ജീനിൽ കോഡ് ചെയ്യപ്പെട്ടു വെക്കും. അതിനനുസരിച്ച് ഘടനയും ഉണ്ടാകും. പക്ഷേ ഉയർന്ന ജീവികൾ എന്ന നിലയിൽ അഭിമാനിക്കുന്ന മനുഷ്യന്റെ കാര്യം പുറകോട്ടാണ്. അവൻ സൗകര്യത്തിൽ നിന്നും അസൗകര്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈസിൽ നിന്നും ഡിഫിക്കൽട്ടിയിലേക്ക്.